ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ വൊളാട്ടിലിറ്റിയാണ് നാം ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ഏകദേശം 1200 പോയിൻ്റ് ലോവർ ലെവലിൽ നിന്ന് BSE സെൻസെക്സും അതുപോലെ തന്നെ അറൗണ്ട് 450 പോയിൻ്റ് ലോവർ ലെവലിൽ നിന്ന് നിഫ്റ്റിയും റിക്കവർ ചെയ്ത തരത്തിലുള്ളൊരു വൊളാട്ടിലിറ്റിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മൾ മുൻ ദിവസങ്ങളിൽ പറഞ്ഞ പോലെയുള്ളൊരു വൊളാട്ടിലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എലക്ഷൻ റിസൾട്ട് അടുക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ഒരു വൊളാട്ടിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡ് എന്ന് വേണമെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ പറയാം. S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 12.42 ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്നത് 12.45 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ മോഡിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. മെജോറിറ്റി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനീസ് മാർക്കറ്റുകളെല്ലാം സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ജാപ്പനീസ് മാർക്കറ്റ് മാത്രമാണ് താഴെ ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ ഒരു ലാക്കലസ്റ്റർ മൂവ്മെൻ്റ് ആണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,383 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്യുന്നതും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടായിരുന്നു. $83.64 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മെറ്റൽ ഫ്യൂച്ചേഴ്സ് കോപ്പർ വീണ്ടും റാലി ചെയ്യുക തന്നെയാണ്. കോപ്പർ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം അലുമിനിയം, ടിന്ന്, അതുപോലെ തന്നെ സിങ്കൊക്കെ വീണ്ടും മുന്നേറുകയാണ്. പൊതുവെ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ മുന്നേറുകയാണ്. ഇന്നും ഗോൾഡ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ സിൽവറിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലും MCXൽ സിൽവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും സിൽവർ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം സോളാർ റിലേറ്റഡ് യൂസുകൾ വളരെയധികം ഡിമാൻഡ് സിൽവറിൻ്റെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. സിങ്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ഈ ഫാക്ടേഴ്സിൻ്റെ ബലത്തിൽ ഓൾറെഡി നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും സിങ്ക് പ്രൈസും സിൽവർ പ്രൈസും മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ സിങ്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ വൊളാട്ടിലിറ്റി ഇൻഡിക്കേറ്ററാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 21.11 വരെ ഹൈ വന്നിരുന്നു. ക്ലോസിങ് 20 ഇന്നലെ. തീർച്ചയായിട്ടും ഹയർ വൊളാട്ടിലിറ്റി റേഞ്ചിൽ തന്നെയാണ് ഇന്ത്യ വിക്സ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ നിഫ്റ്റിയുടെ ഒരു റേഞ്ചൊക്കെ ഇഫാൻഡോ ഓപ്ഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്നത് 22,000 തൊട്ട് 22,900 വരെയുള്ള റേഞ്ചാണ്. അപ്പോൾ ഹയർ വൊളാട്ടിലിറ്റി തന്നെയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരുന്നാൽ മതി. മൺഡേ മാർക്കറ്റ് ഹോളിഡേ ആണ്. ബോംബെയിൽ ഇലക്ഷനാണ്. അതുകൊണ്ട് മൺഡേ മാർക്കറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു ലെസ് ആക്ടിവിറ്റി കാണാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. Q4 റിസൾട്ടിന് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വേദാന്ത ലിമിറ്റഡ് 11 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 8,500 കോടി രൂപ വരെ ഓഫർ ഫോർ സെയിലോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻ്റ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ടും വന്നേക്കാം. വേദാന്തനെ സംബന്ധിച്ച് ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം ഡിമർജറും പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കെയ്ൻസ്റ്റ് ടെക്നോളജിയാണ് സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ത്രിവേണി ടർബൻസും ബെറ്റർ റിസൾട്ട് തന്നെയാണ്. ബയോക്കൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. എന്നിരുന്നാലും നമ്മൾ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ വീക്ക് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അനലിസ്റ്റ് എക്സ്പെക്റ്റേഷനേക്കാളും ബെറ്ററാണ് വന്നിരിക്കുന്നത്.
TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ GE പവർ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഒക്കെ പോസിറ്റീവ് ന്യൂസുള്ള കമ്പനികളാണ്. HALൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. എക്സലൻറ്റ് റിസൾട്ടാണ് HAL കാഴ്ചവെച്ചിട്ടുള്ളത്. 52% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അതുപോലെ മാർജിനും ഹയറാണ്, 40%, 26% കഴിഞ്ഞ വർഷം മാർജിൻ വന്നിരുന്നു. അപ്പം ഓർഡർ ബുക്ക് 94,000 കോടി രൂപയാണ് ഓർഡർ ബുക്ക് ഇപ്പോൾ ഉള്ളത്. വീണ്ടും ഓർഡർ ബുക്ക് കൺസിഡറബിൾ ഇൻക്രീസ് ആണ് HALൻ്റെ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പുതിയ തേജസ് ഫൈറ്ററുകളുടെ ഓർഡർ വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം വീണ്ടും HAL കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ഭാരത് ഇലക്ട്രോണിക്സും അനുബന്ധ ഒരു കമ്പനിയാണ്. HAL അതുപോലെ തന്നെ മറ്റ് ഡിഫൻസ് കമ്പനികളൊക്കെ മുൻവരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയും കൂടിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. അടുത്ത ദിവസങ്ങളിൽ ഭാരത് ഇലക്ട്രോണിക്സ് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. സോളാർ പമ്പുകളെ ഗവൺമെൻറ് PM കുസും സ്കീമിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. അങ്ങനെ വരികയാണെങ്കിൽ ശക്തി പമ്പ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അതുപോലെ തന്നെ KSB പമ്പ്സ്, ടാറ്റ പവർ, ഈ കമ്പനികളൊക്കെയാണ് കൂടുതലായിട്ട് സോളാർ പമ്പുകൾ ഫാമേഴ്സിന് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഫാമേഴ്സിന് വെൻഡേഴ്സിൻ്റെ നിന്ന് വാങ്ങാനുള്ളൊരു അവസരം കൂടി ലഭിക്കുകയാണ് ഇങ്ങനെ PM കുസും സ്കീമിൽ വരികയാണെങ്കിൽ. ശക്തി പമ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3-4 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100% റിട്ടേൺ ആയി ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ലോങ് റണ്ണിൽ ഈ ന്യൂസുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നും നമ്മളൊരു വളാറ്റിലിറ്റി ഒക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മൺഡേ ഹോളിഡേ ആയി കാരണം ഒരു പക്ഷേ ലാക്ലെസ്റ്റർ മൂവ്മെൻ്റ് ആയിരിക്കാം മാർക്കറ്റിൽ. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സംബന്ധിച്ച് കോട്ടക് ഷെയർ വെൽത്തിനെ സംബന്ധിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ സേഫ് സോണിലാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിലും അതുപോലെ തന്നെ ഡെയിലി പോഡ്കാസ്റ്റിലൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾക്ക് യാതൊരു പരുക്കുമില്ല. മറിച്ച് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും അതിനനുസരിച്ചുള്ള ആക്ഷൻസാണ് നടത്തുന്നതെങ്കിൽ നല്ല ഒരു സിറ്റുവേഷനിലായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.